അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റായിട്ട് നമുക്കൊരു റൈസ് തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സാധാ ബിരിയാണിക്ക് റൈസ് വേവിക്കുന്ന പോലെ തന്നെ അതേ മെത്തേഡിൽ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. എക്സ്ട്രാ ചേർക്കുന്നത് ചിക്കൻ്റെ 2-3 പീസ് മാത്രമേ എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം നമ്മൾ ബിരിയാണി റൈസ് വേവിക്കുന്ന ആ മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് റൈസ് വെന്ത് കഴിയുമ്പോൾ ഊറ്റി മാറ്റാവുന്നതാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ റൈസ് ഇടുക, എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതേ മസാലകളൊക്കെ ചേർത്ത് ഒന്ന് പുരട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ചോറ് റെഡിയായി കഴിയുമ്പോൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക, അതിലോട്ട് ചോറ് ഇടുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് ഏറ്റവും മുകളിലായിട്ട് ചിക്കനും വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. തക്കാളി ചട്നി തൈര് കൂട്ടി കഴിക്കാം, സൂപ്പറാണ്.